മലവെള്ളപ്പാച്ചിൽ മുറം കൊണ്ട് തടുക്കാൻ കഴിയുമോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കഴിയില്ല എന്നാണ് പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ കഴിയുമെന്നാണ് എറണാകുളം ജില്ലക്കാരായ ഞങ്ങളുടെ ഉത്തരം. വലിയൊരു മലവെള്ള മരണപ്പാച്ചിൽ ഞങ്ങളുടെ ജീവന് മുകളിൽ മുറം കൊണ്ട് തടുത്തു നിർത്തിയിട്ടുണ്ട്. അതെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മതമില്ലാത്ത മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ എന്ന ഡാം എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ നിന്നും 150 കിലോമീറ്റർ വടക്കുകിഴക്കായി ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്തിലാണ്. തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു. മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 2890 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാമിന്റെ ബണ്ടിന് 365.7 മീറ്റർ നീളവും 176 അടി ഉയരവുമുണ്ട്. ബണ്ടിന്റെ വീതി 3.6 മീറ്ററുമാണ്. ഇത്രയും വലിയ ബണ്ടാണ് ഈ ഡാമിൻ്റേത്. എന്നാൽ ഈ ഗ്രാവിറ്റി ഡാം തടഞ്ഞു നിർത്തിയിരിക്കുന്ന ജലം എത്രത്തോളമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഭീകരത. 5398 കിലോമീറ്റർ സ്ക്വയർ ഏരിയയിലായി പടർന്നു കിടക്കുന്ന ഈ ജലബോംബിന് ചിലയിടങ്ങളിൽ 1 കിലോമീറ്റർ വരെ ആഴമുള്ള ഇടങ്ങളും ഉള്ളതായി പറയപ്പെടുന്നു. ഭൂചലനത്തെ തരണം ചെയ്യാൻ കഴിവില്ലാത്ത ഈ ഡാം തകർന്നു വന്നാൽ 5398 സ്ക്വയർ മീറ്റർ ഏരിയ മാത്രമായിരിക്കില്ല ജലം കവർന്നെടുക്കുക. നിയന്ത്രിതമായി കെട്ടിവെച്ചിരിക്കുന്ന ഒരു ഡാം അത് സ്വാതന്ത്ര്യം കൈവരിക്കുമ്പോൾ ജാതി മത വർണ്ണ വിവേചനമില്ലാതെ ഒരു ജനാധിപത്യം നടപ്പിലാക്കും. അതൊരു പക്ഷേ കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യക്ക് തന്നെ മറക്കാൻ പറ്റാത്ത ദുരന്തമായിരിക്കും. 1887 നിർമ്മാണം ആരംഭിച്ച് 1895 ഒക്ടോബർ 10 മദ്രാസ് പ്രസിഡൻസി ഏരിയയിലേക്ക്, ഇന്നത്തെ തമിഴ്നാട്ടിലേക്ക് വെള്ളം കിഴക്കോട്ട് തമിഴ്നാടിൻ്റെ കൃഷി ആവശ്യങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കുമായി ഉപയോഗിക്കാൻ കരാറിൽ ഒപ്പുവെച്ചു. അന്ന് സിമന്റ് കണ്ടുപിടിക്കുന്നതിന് മുൻപായി ചുണ്ണാമ്പ്, സുർക്കി, കരിങ്കൽ ഇവ 3 ഉപയോഗിച്ചാണ് ഈ ഡാം നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഡാമിൻ്റെ കരാറുകൾ കേട്ടാൽ ഇതിലും വലിയ ഭീകരതയാണ്. 1895 നിർമ്മിച്ച ഈ ഡാം 999 വർഷത്തേക്കാണ് തമിഴ്നാടിൻ്റെ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത്. അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിലാണെങ്കിലും അതിൻ്റെ നിയന്ത്രണം തമിഴ്നാടിൻ്റെ കയ്യിലാണ്. അടികൊള്ളാൻ ചെണ്ട, പണം വാങ്ങാൻ മാരാർ എന്ന് പറയുന്ന പോലെ. ഒരു അണക്കെട്ടിൻ്റെ കാലാവധി 60 വർഷമാണെന്നിരിക്കെയാണ് 999 വർഷത്തേക്കുള്ള കരാർ എന്നത് ഒരു വിരോധാഭാസമില്ലേ? 60 വർഷം സേഫ്റ്റി പീരീഡിൻ്റെ ഇരട്ടി വർഷം കഴിഞ്ഞിട്ടും കേരളത്തിലെ 5 ജില്ലകളിലെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടി തമിഴ്നാട് ഇതുവരെ ജയിച്ചിരിക്കുന്നു. എന്ത് ശാസ്ത്രീയ പഠനമാണ് ഇവിടെ നടന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അണക്കെട്ട് നിർമ്മിച്ച ജോൺ പെന്നിക്വിക് അന്ന് പറഞ്ഞു ഇതിന് 60 വർഷമേ ആയുസുള്ളൂ എന്ന്. 129 വർഷം കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ പരിഹാസം തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രം. ഇനിയും നമ്മുടെ നിയമവ്യവസ്ഥ ബലം പരിശോധിക്കാൻ വിദഗ്ധ സംഘത്തെ വിടും. ബലം പരിശോധിച്ച് ഇനിയും ഒരു 100 വർഷം കൂടി ഡാമിന് ആയുസും കൂട്ടി നൽകും. പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. 40 ലക്ഷം ആളുകൾ ജീവന് വിദഗ്ധ സംഘത്തിൻ്റെ ഉറപ്പ്. മുണ്ടക്കൈയിൽ ചെറിയൊരു ഉരുൾപൊട്ടൽ ഇത്രയും പേരുടെ ജീവനെടുത്തെങ്കിൽ ഇതിൻ്റെ ഭീകരത നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. 15 ദശലക്ഷം കനയടി ജലമാണ് ഡാമിൻ്റെ പൂർണ്ണ സംഭരണശേഷി. 11.2 ദശലക്ഷം കനയടി വെള്ളമാണ് ഡാമിലുള്ളത്. ഇതിൽ കൂടുതലുള്ള ജലം സ്പിൽവേ വഴി ഇടുക്കി ഡാമിലേക്ക് സെക്കൻഡിൽ 107 കനയടി ജലമാണ് തുറന്നുവിടുക. 24 മണിക്കൂർ കൊണ്ട് ഇത് ഡാമിലെത്തുകയും ചെയ്യും. എന്നാൽ ഭൂകമ്പത്തിലോ മറ്റോ ഡാം തകർന്നാൽ മുല്ലപ്പെരിയാറിലെ ജലം ഇടുക്കി ഡാമിന് താങ്ങാൻ കഴിയും എന്നൊരു വാദം കൂടിയുണ്ട്. ഇടുക്കി ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി 74.5 ദശലക്ഷം കനയടിയാണ്. എന്നാൽ 70.5 TMC വരെയാണ് സംഭരിക്കാറുള്ളത്. ഇടുക്കി ഡാമിൻ്റെ സംഭരണശേഷി നിയന്ത്രിച്ചാൽ മുല്ലപ്പെരിയാറിൽ നിന്നും ഒഴുകിയെത്തുന്ന 11.2 TMCയിൽ 10 ദശലക്ഷം ഖനയടി ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിയും. 3-4 മണിക്കൂറിനുള്ളിൽ ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ നിയന്ത്രണ വിധേയമാക്കാനും കഴിയും. അപ്പോഴും 2018 നമ്മൾ അഭിമുഖീകരിച്ചിട്ട് പോലുള്ള
ഒരു വെള്ളപ്പൊക്കം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാലും ജനങ്ങളത് അതിജീവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു സാധ്യത, മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ മരങ്ങളടക്കമുള്ള മറ്റവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിന് ഭീഷണിയാകുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്ന ആ സാധ്യത. ഡാം ഒന്നാകെ തകരുകയാണെങ്കിൽ 50 അടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്താൻ സാധ്യത. ഈ ഭാഗത്തുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ പ്രദേശങ്ങളിലെ 70,000-ലധികം പേരുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാകുന്നത്. ഈ ജലത്തിൻ്റെ ആഘാതത്തിൽ ഇടുക്കി ഡാം തകർന്നാൽ 11 അണക്കെട്ടുകൾ തകരാം. ഫലത്തിൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ, എന്നീ ജില്ലകളിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരന്ത സാധ്യത വിരൽ ചൂണ്ടുന്നത്. മുല്ലപ്പെരിയാറിനൊപ്പം ഇടുക്കി ഡാമും തകർന്നാൽ കേരളത്തെ രണ്ടായി വിഭജിക്കപ്പെടുന്ന ഒരു ഭയാനക കാഴ്ചയാകും. 40 ലക്ഷം എന്നത് മനുഷ്യജീവനുകൾ മാത്രമാണ്. വളർത്തുമൃഗങ്ങളും വന്യജീവികളും ചേർത്ത് ഒന്നിച്ച് ചത്തൊടുങ്ങിയാൽ ശവശരീരങ്ങൾ അഴുകി മാറാവ്യാധി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ജീവിത ഭീഷണിയായ ഈ പ്രശ്നത്തിൽ നിന്നും ഓരോരുത്തരും ബോധവാന്മാരാകണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കണം. നമുക്ക് നീതി ലഭിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.